shadows call my name. Whispers of a love that faded, nothing is the same. Memories they linger like ghosts within my mind. In the echoes of the past, your heart I try to find. Tears fall like rain in this empty room. Every note of sorrow, a haunting tune. Loneliness, my only friend in the silence of my heart. Since you've gone away, everything's torn apart. The stars up in the sky, they used to shine so bright. Now they're just a reminder of the. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ മുരിങ്ങയില വട തയ്യാറാക്കുന്ന രീതിയാണ് ഇവിടെ പറയുന്നത്. ആദ്യം നമ്മൾ എന്നുവെച്ചാൽ ഉഴുന്നും പകുതി സവാളയും മറ്റെല്ലാ ചേരുവകളും ചേർത്ത് അരച്ചെടുത്ത മാവിലേക്ക് അരിപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ബാക്കി പകുതി സവാളയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സാക്കണം. നല്ലപോലെ മിക്സാക്കണം. ബാക്കി പകുതി സവാളയും ചേർക്കണം. എന്നിട്ട് സവാള നമ്മൾ നീളത്തിൽ നല്ലപോലെ കനം കുറച്ച് അരിഞ്ഞതായിരിക്കണം. പിന്നീട് നമ്മൾ മുരിങ്ങയിലയും കൂടെ ഇടും. അതിനകത്തോട്ട് മുരിങ്ങയിലയും കൂടെ ഇട്ട് നല്ലപോലെ മിക്സാക്കണം. മുരിങ്ങയിലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഈ കാണുന്നത് പോലെ നമ്മൾ നല്ലപോലെ മിക്സാക്കണം. നല്ലപോലെ അങ്ങ് കുഴയ്ക്കണം. നമ്മൾ ഒരു സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഏതാണെന്ന് വെച്ചാൽ നമുക്കത് ഉപയോഗിക്കാം. അത് തന്നെ ഒരു കൊച്ചു പാത്രത്തിനകത്ത് ഒരു ഇച്ചിരി ഒഴിച്ച് വെക്കണം. കാരണം ഈ മാവ് നമ്മുടെ കയ്യിലിട്ട് പുരട്ടുമ്പം കയ്യെ നല്ലപോലെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരിച്ചിരി എണ്ണയെടുത്ത് രണ്ട് കയ്യിലും കൂടെ തേച്ചിട്ട് നമ്മൾ മാവ് ഉരുട്ടി വട രൂപത്തിലാക്കി ഇതുപോലെ. ഇതുപോലെ വട രൂപത്തിലാക്കിയിട്ട് നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എണ്ണയിലോട്ട് നമ്മൾ വട അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. വട ഇങ്ങനെ ഓരോന്നിട്ടിട്ട് നമ്മൾ മൂക്കുന്നതനുസരിച്ച് വട കോരിയെടുക്കണം. ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം.
അട കോരിയെടുക്കാൻ സമയമായി. ഈ പരുവത്തിൽ കോരിയെടുക്കാം. കോരിയെടുത്ത് വെക്കുക.